Assalamualaikum warahmatullahi wabarakatuh. അൽറയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ശേഷിച്ച വൻ ദോഷങ്ങൾ എന്ന തഴവ ഉസ്താദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു ബൈത്തുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുദ്ധത്തിലോടൽ അഞ്ചു തന്നെ കബായിറിൽ, ആനാദ മുതലിൽ കൈയിടൽ ആറാണിതിൽ. ആനാദമാൽ തിന്നുന്നവർ തീ കൊണ്ടു തന്നവർക്കുള്ള വയറു നിറക്കല. ഖുർആൻ ശരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് നിസായിൽ നോക്കിയാൽ കാണുന്നതാ. മിഅ്റാജ് രാവിൽ കണ്ടു നബിയൊരു കൂട്ടരെ, തായ്ചുണ്ട് നീണ്ടു തടിച്ചതാ പോക്കിൽ വരെ, മേൽചുണ്ടു മൂക്കിന് മുകളിലേക്കായി കുരിച്ചിട്ടതാ. അംലാക്ക് വായിൽ പാറകൾ തള്ളുന്നതാ. തീപ്പാറവായിൽ തള്ളിയാലതു പിന്നെ പിന്താരമിൽ കോടി പുറപ്പെടും പൊന്നെ. മുസ്തഫ ചോദിച്ചു ജിബ്രീലോട്, ആരാണ് ഇവരും പറയുവിൻ എന്നോട്. അനാഥ മക്കൾക്കുള്ള മുതലിവർ തിന്നതാ, അതു കാരണം ഈ ശിക്ഷയിൽ ഉൾപ്പെട്ടതാ. അനാഥ മുതലിൽ കൈയിടല്ലേ ആരും, ആളുന്ന തീയിൽ വീണ് അടിയിൽ ചേരും. മുതൽ ഏതെടുത്താൽ തന്നെയും അന്യായമാ, ഒരു വിത്തു മതി അത് എങ്കിലും വൻ കുറ്റമാ. അനാഥ ഏതൊരു വീട്ടിലുണ്ടതു തന്നെ, ഹൈറായ വീടിനി മുഹ്സിനായാൽ പിന്നെ, അവരോട് ഷർറും ചെയ്തു എന്നാൽ പിന്നെ, ഷർറായ വീടും എപ്പോഴും അതു തന്നെ. സ്വർഗത്തിലുണ്ടൊരു വീട് പേരെന്താണ്, സുഹൃത്തുക്കളെ ദാറുൽ ഫർഹ് എന്നാണ്. സന്തോഷമാക്കിയതാരെ തീമിന് ഇന്ന്, അവർക്കാ പ്രവേശനവും അതിൽ തന്നെ. കൃപയോടെ തടവി അനാഥ ശിരസും ഇന്നൊരാൾ, അവനുണ്ട് സ്പർശനമേറ്റ മുടിയിൽ നന്മകൾ. ചെവി മൂക്ക് കണ്ണിൽ നിന്ന് തീ പുറപ്പെട്ടതായി, അതുപോലെ വായിൽ കോടിയും ആളുന്നതായി. വരുന്നുണ്ട് മഹ്ശറയിൽ മുതൽ തിന്നവനവരുടെ
എന്നുണ്ട് ഹാസിനിൽ നോക്കിടത്തിടക്കിടെ. 12 ദോരം ഉള്ളതാണിൻസാനിന്, അതിൽ കൂടിയെല്ലാം തീവരും അക്കാലിന്. പറയുന്ന അബൂദർറ റളിയല്ലാഹു തിരുമുസ്തഫ നബിയോട് സ്വല്ലല്ലാഹു, കസുവത്ത് വന്നു പിടിച്ചു നബിയെ കൽബിനെ, ഗുണം ചെയ്യണം എന്ന ജവാബ് യതീമിനെ. കൂടാതെ തലയും തടവണം നീ ഭക്ഷണം, കൊടുത്താൽ മയം കൽബിന് വരുമെന്നറിയണം. കുട്ടിക്ക് ബാപ്പയും ഇല്ല എന്നാൽ പിന്നെ അവനായ യതീമെന്നുള്ളതും ശരി തന്നെ. മൃഗത്തിനെത്തീമെന്നുള്ള പേര് വന്നത്, അത് തള്ളയില്ലാതായി വരുമ്പോഴാണത്. വിധവക്ക് താങ്ങും തണലുമായാൽ പിന്നെ റബ്ബിൻ്റെ പാതയിലുള്ള സമരം തന്നെ. ഇരുവിരൽ കാട്ടിക്കൊണ്ട് തിരുനബി കാല, ഒരു വിധവ എന്നോടൊപ്പം ഇന്നിതുപോല. അനാഥയായ ബനാത്തുകൾ അവൾക്കുണ്ട്, അവരോട് കൃപ അവൾക്കുള്ളതായതുകൊണ്ട്. പലരും നിക്കാഹിന് വന്നൊഴിഞ്ഞവരൊക്കെയും, അതിനാൽ അവൾക്ക് ലഭിച്ചതാണീ പദവിയും. തൻബീഹിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ, ഒരു 121 ഇതിൽ വിവരിച്ചതാ. ചാരിത്രവതികളിലുള്ള കുറ്റാരോപണം വൻദോഷമിൽ ഉൾപ്പെട്ടതായെന്നറിയണം. അഭിമാനത്തിന് ക്ഷതം വരും ഇതുകൊണ്ട്, ഒരു നാല് സാക്ഷികളാകണം എന്നുണ്ട്. അല്ലാതൊരാൾ പറയുന്നു എന്നാൽ പിന്നിത് നൽകേണ്ടതാ പറയുന്നവനടി 80 എന്നുള്ളതാ ഖുർആൻ നിയമം തന്നെ. സൂറത്ത് നൂറിൽ വന്നതാണിത് പൊന്നെ. ഒരു തൻ്റെ ന്യൂനത നീ മറച്ചാലിന്ന്, മറക്കുന്നതാ നിനക്കുള്ളതും റബ്ബെന്ന്. വൻ കുറ്റമിൽ ചാടാതെ റബ്ബെ കാക്കണേ, അതുപോലെ ചെറുതിൽ നിന്നും മെന്നും അകറ്റണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.